അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി വബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, പരിശുദ്ധമായ റമദാൻ ഒരുപാട് നന്മകൾ കൊണ്ട് അനുഗ്രഹീതമാണ്. റമദാൻ ഒരു ചെറിയ പുണ്യം ചെയ്താൽ പോലും വലിയ പ്രതിഫലമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മാസത്തിൽ ഓഫർ ചെയ്യുന്നത്. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ ഒരു മാസത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന 5 സുന്നത്തുകളെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ആ നോമ്പ് തുറക്കുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ ആതിരേകത്തിലോ മറ്റോ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന, സാധാരണ നമ്മൾ ചെയ്യുന്ന, എന്നാൽ നോമ്പ് കാരണമായിക്കൊണ്ട് മാത്രം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന സുന്നത്തുകളാണ് അതിൽ ചിലത്. ഈ ഒരു അശ്രദ്ധ നമുക്കുണ്ടാവാൻ പാടില്ല. പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഒരു ചെറിയ നന്മ ചെയ്താൽ വലിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്നിരിക്കെ ചെറിയ അശ്രദ്ധ മൂലം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, റമദാൻ മാസത്തിൽ മഗ്രിബ് ബാങ്കിന് പല ആളുകളും ജവാബ് കൊടുക്കാറില്ല എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു പരമാർത്ഥമാണ്. കാരണം ആ സമയത്ത് നോമ്പ് തുറക്കുന്നതിൻ്റെ തിരക്കിൽ പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണ്. മറ്റുള്ള ബാങ്കുകൾക്ക് ജവാബ് കൊടുക്കുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ മഗ്രിബ് ബാങ്കിന്റെ സമയത്ത് അത് മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അത്രയും പുണ്യമാക്കപ്പെട്ട ഒരു കാര്യം മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ആ നോമ്പ് തുറയുടെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കിന്റെ ഇടയിൽ നമ്മളത് മറന്നു പോവുകയാണ്. ഒരിക്കലും അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൽ കമാ യഖൂലൂൻ, ബാങ്ക് കൊടുക്കുന്ന ആളുകൾ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങളും പറയണം. ഫഇദന്തഹൈത ഫസൽ തുഅതഹു, അവസാനിപ്പിച്ചാൽ, ബാങ്ക് അവസാനിച്ചാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിനക്ക് എന്താണെങ്കിലും അത് നൽകപ്പെടും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ബാങ്കിന്റെ ഉടനെയുള്ള പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടുന്നതാണ്, വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ പുണ്യമായ ഒരു കാര്യം പരിശുദ്ധമായ റമദാനിൽ മഗ്രിബ് ബാങ്കിന്റെ സമയത്ത് നമ്മൾ ഭക്ഷണം കാണുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന തിരക്കിൽ നമ്മളത് മറന്നു പോകാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ബാങ്കിന് ജവാബ് കൊടുക്കുകയും ആ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. അത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ആ സുന്നത്തിന് അല്ലാഹു തആല ഫർളിന്റെ കൂലിയാണ് നൽകുക റമദാൻ മാസത്തിൽ. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ജമാഅത്ത് നിസ്കാരങ്ങളാണ്. റമദാനിലെ മഗ്രിബ് നിസ്കാരം ജമാഅത്ത് ഒഴിവാക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്താണ് കാരണം? നോമ്പ് തുറയെ തന്നെയാണ് കാരണം. നോമ്പ് തുറക്കുന്ന തിരക്കിൽ അല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ആ ധൃതിയിൽ മഗ്രിബിന്റെ ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. മഗ്രിബിന്റെ ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. ആ പ്രഥമഘട്ടത്തിൽ നോമ്പ് അല്പ ലഘുവായ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുകയും പിന്നീട് പള്ളിയിൽ നടക്കുന്ന വലിയ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിന്നീട് ഇരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് നല്ല രീതി. അപ്പോഴാണ് നമുക്കവിടെ പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ആ ജമാഅത്ത് ലഭിക്കുന്നത്. എന്താണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം? പരിശുദ്ധമായ റമദാനിൽ എന്താണ് അതിന്റെ പ്രാധാന്യം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ആരെങ്കിലും റമദാൻ മാസത്തിൽ ഒരു ജമാഅത്തിൽ പങ്കെടുത്താൽ ഓരോരോ റക്അത്തിനും അള്ളാഹുവിന്റെ നിഅമത്തുകൾ കൊണ്ടൊരു പട്ടണം നിറയെ അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരിക്കെ പരിശുദ്ധമായ റമദാനിൽ നോമ്പ് തുറയുടെ ഒരൊറ്റ കാരണത്തിന് വേണ്ടി നമ്മൾ ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. റമദാൻ മാസത്തിൽ ഒരൊറ്റ ജമാഅത്തും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മഗ്രിബിന്റെ ജമാഅത്ത്
നോമ്പ് തുറയുടെ കാരണത്തിനു വേണ്ടി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഒരു നന്മ ചെയ്യുമ്പോൾ അതിനേക്കാൾ ശ്രദ്ധതയുള്ള പല നന്മകൾ നമ്മൾ ഒഴിവാക്കുന്നു എന്നത് ഖേദകരമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നോമ്പ് തുറ നേരത്തെയാക്കുക. ഇത് പല ആളുകളും അശ്രദ്ധ വരുത്തുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് നോമ്പ് തുറക്കുക. പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ സമയമായതിനു ശേഷം പെട്ടെന്ന് നോമ്പ് തുറക്കാം. സമയമാകാതെ പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്നല്ല അതിൻ്റെ താല്പര്യം. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ലുൽ ഫിത്ര. ഫിത്തറിനെ, നോമ്പ് തുറയെ ഉളരിപ്പിക്കുന്ന കാലത്തോളം, അതിനെ നേരത്തെയാക്കുന്ന പെട്ടെന്നാകുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതായത് പുണ്യങ്ങളിൽ പെട്ടതാണ് നോമ്പ് തുറ പെട്ടെന്ന് തുറക്കുക എന്നുള്ളത്. ഈ കാര്യത്തിൽ അശ്രദ്ധ വരുത്തുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. നോമ്പ് തുറക്കാൻ എല്ലാവർക്കുമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അത് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്ന തിരക്കിൽ ബാങ്ക് കൊടുത്താൽ ഉടനെ ഒരു കാരക്ക കൊണ്ട് അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കാൻ, പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാൻ പല സ്ത്രീകളും മറന്നു പോകാറുണ്ട്. അവർ പിന്നെയാണ്, വൈകിയാണ് നോമ്പ് തുറക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നോമ്പ് തുറക്കണം. നോമ്പ് തുറയെ പെട്ടെന്നാക്കുക, ഉളരിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ്. ആ സുന്നത്തിനെ അവഗണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ ചെല്ലാനുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അള്ളാഹുവിനോട് നന്ദി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വചനമാണ്. അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയത്ത് ഇന്നലില്ലാഹി ഉതകാ ഇൻദൽ ഫിത്ർ. നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരുപാട് അടിമകളുണ്ട്. അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഒരുപാട് അടിമകളെ, ഒരുപാട് മനുഷ്യന്മാരെ. അത് ആരാണ്? അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹുമ്മ ലക സുംതു. അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിച്ചു. വഅലാ റിസ്ഖിക അഫ്തർതു. നീ നൽകിയ ഭക്ഷണമാണ്, ഈ ഭക്ഷണത്തിന്റെ മേൽ ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു. നിനക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിച്ചു, നിന്റെ ഭക്ഷണത്തിൽ തന്നെ ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു എന്ന് അള്ളാഹുവിനോട് നന്ദി സൂചകമായിട്ട് ഒരു ദിക്ർ ചൊല്ലി, ഒരു പ്രാർത്ഥന നടത്തിയിട്ടാണ് അവിടെ നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. ഈ ഒരു സുന്നത്തും പല ആളുകളും റമദാനിൽ മറന്നു പോകുന്നത് ഭക്ഷണം കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ആ നോമ്പ് തുറയുടെ തിരക്ക് കൊണ്ടോ ആണ്. അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ അഞ്ചാമത്തെ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾക്ക്, ഭക്ഷണങ്ങൾക്കൊരു മുൻഗണനാക്രമം പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നതാണ് ഏറ്റവും സുന്നത്തായിരിക്കുന്ന രീതി. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക. ഈത്തപ്പഴം ഇല്ലെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക. അതും ഇല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. ഈത്തപ്പഴത്തേക്കാൾ മറ്റൊന്നിനെയും മുന്തിക്കാതിരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ആ സുന്നത്തിനെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അപ്പോൾ ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഇതല്ലാത്ത സുന്നത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. കാരണം പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ചെറിയ ചെറിയ നന്മകൾക്ക് വലിയ വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ ആ നന്മകൾ പരമാവധി, അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾ പരമാവധി സമ്പാദിക്കാൻ നാം സമയം കണ്ടെത്തണം, അതിന് ശ്രദ്ധ പുലർത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.